നടി ആക്രമിക്കപ്പെട്ട കേസിൽ നീതി തേടി രാഷ്ട്രപതിയെ സമീപിച്ച് അതിജീവിത. മെമ്മറി കാർഡ് തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചെന്ന് വ്യക്തമായിട്ടും നടപടിയുണ്ടായില്ല. ഹൈക്കോടതിക്കും സുപ്രീംകോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല. ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടിയെടുക്കേണ്ടത്. അതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടുന്നതെന്ന് അതിജീവിത പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കെയാണ് നടിയുടെ നീക്കം. സ്വകാര്യത മൌലികാവകാശമായ രാജ്യത്ത് ഈ അതിജീവിതയുടെ സ്വകാര്യത ഹനിക്കപ്പെട്ടത് കോടതിയിലാണ്. അന്വേഷണം പൂർത്തിയായി 1 വർഷമാകുമ്പോഴും അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പ്രഥമ പൌരയ്ക്ക് മുന്നിൽ നീതിക്കായി മുട്ടുകയാണ് അവർ. നീതിക്കായുള്ള കെടാത്ത പോരാട്ടത്തിൽ ഇനിയും വെല്ലുവിളികൾ ഏറെയോ? അതിജീവിതയെ രാഷ്ട്രപതിക്ക് മുന്നിൽ വരെ എത്തിക്കുന്നത് ആരാണ്? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം പ്രകാശ് ബാരെ, നടൻ, പ്രൊഫസർ കുസുമം ജോസഫ്, സാമൂഹ്യ നിരീക്ഷക, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, അഭിഭാഷകൻ, രാഹുൽ ഈശ്വർ, ദിലീപ് അനുകൂലി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. 3 കോടതികളിൽ മെമ്മറി കാർഡ് സൂക്ഷിച്ചിരിക്കുകയാണ്. സ്വകാര്യതയുടെ ലംഘനം എന്ന് നടി ചൂണ്ടിക്കാട്ടുന്ന ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് നടിയുടെ തന്നെ ആവശ്യപ്രകാരം നടന്ന അന്വേഷണം, അതിനുശേഷവും ആ അന്വേഷണത്തിൽ പോലും തൃപ്തിയില്ല, തന്നെ കേട്ടില്ല എന്ന പരാതി അതിജീവിത ഉന്നയിച്ചതാണ്. അതിൽ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും അതിൽ കുറ്റക്കാരായവർക്കെതിരെ യാതൊരു നടപടിയും അന്വേഷണ റിപ്പോർട്ട് വന്ന് 1 വർഷമാകുമ്പോഴും ഉണ്ടായിട്ടില്ല എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് അവർ ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. അതെ, തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെയേറെ വേദനാജനകമായ സംഭവമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഈ ഒരു കത്തെഴുത്തിനെ ഞാനൊരു പ്രതിരൂപാത്മകമായി കാണാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു കേസില് അവസാന കോടതി ഒരു വിധി തീർപ്പാക്കിയാൽ പോലും രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കുന്ന പതിവുണ്ട്. രാഷ്ട്രപതിക്ക് അങ്ങനെ മേഴ്സി പെറ്റീഷൻ പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ അതിജീവിത സത്യത്തില് നീതിക്ക് വേണ്ടി ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠമല്ല, മറിച്ച് സുപ്രീം കമാൻഡന്റ് എന്നൊക്കെ പറയാവുന്ന രാഷ്ട്രപതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തീർത്തും നമ്മുടെ എന്താ പറയാ, ഈ വികസിത സമൂഹം എന്നൊക്കെ പറയുന്ന നമ്മളെ വികസിത നിയമലോകം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വളരെ വേദന ഉണ്ടാക്കുന്ന വസ്തുതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വ്യക്തിയുടെ ജീവിക്കുവാനുള്ള അവകാശവും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും. കാരണം നമ്മുടെ ഭരണഘടനയുടെ ഭീമാറാവ് അംബേദ്കർ പോലെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഭരണഘടനയുടെ ബ്യൂട്ടി, ഇന്ത്യൻ ഭരണഘടനയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശം, മൗലിക അവകാശമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, എനിക്ക് പേഴ്സണൽ ലിബർട്ടി, എന്റെ വ്യക്തി സ്വാതന്ത്ര്യം, അതുപോലെ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള ഇന്ത്യൻ ആർട്ടിക്കിൾ 14. ഇതെല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കാട്ടുന്ന ഉദാത്തമായ മൂല്യങ്ങളുടെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള ഒരു ഗ്രീവൻസ് ഒരു വ്യക്തി, ഒരു നടി അല്ലെങ്കിൽ ഒരു അതിജീവിത അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉയർത്തുമ്പോൾ അവർ ഉയർത്തിയ അവരുടെ ആ ഒരു ഗ്രീവൻസ് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യം വളരെ വേദനാജനകമാണ്. അത് ഏത് സാഹചര്യത്തിലായാലും ശരി, അത് പരിശോധിക്കപ്പെടണം എന്നൊരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ശരി, ശ്രീ പ്രകാശ് ബാരെ, ഇവിടിപ്പോ നടി നമുക്കറിയാം സാധ്യമായ തരത്തിൽ നീതിക്ക് വേണ്ടി എല്ലാ വിധത്തിലുമുള്ള പോരാട്ടം നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിൽ അന്തിമവാദം നാളെ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോഴും സ്വകാര്യത മൗലിക അവകാശമായ രാജ്യത്ത് കോടതിക്കുള്ളിൽ ഒരു അതിജീവിതയുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ചില ശ്രമങ്ങളുണ്ടായി. അത് എന്തിനുള്ള ശ്രമമായിരുന്നു എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഒരുപക്ഷെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്ന് പോലും സംശയിക്കാവുന്നതാണ്. അതിൽ ഗൗരവതരത്തിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല,
ഇതുവരെ കണ്ടെത്തിയ ആളുകൾക്ക് പോലും, കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ പോലും നടപടി ഉണ്ടായിട്ടില്ല എന്ന് വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്? നമ്മൾ ഏറ്റവും അവസാന ആശ്രയമായി കാണുന്ന നീതിന്യായ സംവിധാനത്തിൽ കോടതിക്കുള്ളിൽ നടന്ന കുറ്റകൃത്യത്തിലാണ് ഈ നടപടിയിൽ ഉണ്ടാകുന്ന വീഴ്ച എന്ന് കൂടി ഓർക്കുമ്പോൾ അതിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ്? വളരെ വലുതാണ്, വളരെ ദയനീയമാണ്, പാത്തറ്റിക് ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കാരണം ഇത് അത്രയും ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഈ പെൺകുട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ മിണ്ടാതെ വീട്ടിലിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സംഭവിക്കാവുന്നത്. പക്ഷെ വളരെ ധൈര്യപൂർവ്വം ഇതിന് എതിരായിട്ട് കോടതിയിൽ വരികയും അല്ലെങ്കിൽ പോലീസിന്റെ അടുത്ത് പോവുകയും നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ സപ്പോർട്ട് അത് നടപ്പിലാകാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ത്രീ. എന്നിട്ട് ഈ അവരുടെ പ്രൈവസിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു എവിഡൻസ് അത് കോടതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കോടതിയുടെ കയ്യിലിരിക്കുമ്പോൾ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നത് പോലെ അവിടുന്ന് ഇത് ലീക്കാവുകയാണ്. പല തവണ പല കോടതിയിൽ വെച്ച് അസമയത്ത് മറ്റുള്ളവരുടെ ഡിവൈസിൽ ഇത്രയൊക്കെ ബ്ലേറ്റൻറ്റോ ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഈ വയലേഷൻസ് നടന്നിട്ട് അതിനെതിരെ നടപടിയെടുക്കേണ്ടത് കോടതി സ്വമേധയാ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് എത്രയോ സമയം അത് സംഭവിക്കാതെ അവസാനം ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇതിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടും ഒന്നും സംഭവിക്കാതെ നിൽക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. കോടതി തന്നെ നിസ്സഹായമായിട്ട് പിന്നെ ഇതിലൊന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹമോ നമ്മുടെ മാധ്യമങ്ങളോ ആരും ഇതിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നത് നമ്മൾ ആകെ പരാജയപ്പെട്ടു നിൽക്കുകയാണ്. ആ സമയത്ത് ഈ സ്ത്രീക്ക്, ഈ പെൺകുട്ടിക്ക് രാഷ്ട്രപതിയുടെ അടുത്ത് പോയിട്ട് കെഞ്ചേണ്ടി വരുന്ന ഒരു സ്ഥിതി നമ്മുടെ സമൂഹത്തിനെ പറ്റിയിട്ട് എന്താണ് അത് പറയുന്നത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇത്രയും ഗ്ലെയറിംഗ് ആയിട്ടുള്ള പിന്നെ ഒരു വയലേഷൻ നടന്നിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇത് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, രാഹുൽ ഈശ്വർ അടക്കം എല്ലാവരും പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അന്വേഷണം ഉണ്ടാവണം. കാരണം ആർക്കും ഒരു തരത്തിലും ഇതിനെതിരെ പബ്ലിക്കായിട്ടെങ്കിലും ഇതിനെതിരെ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെയൊരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം വേണം, എന്താണ് സംഭവിച്ചിരിക്കുന്നത് അറിയണം. ഇത് ഫർദർ ലീക്ക് ആവുകയോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നത് തടയണം. ഇനി കോടതിയെ ഏൽപ്പിച്ചിരിക്കുന്ന തെളിവുകൾ ഒരിക്കലും ഇത്തരത്തിൽ പിന്നെ ഇതുപോലുള്ള വയലേഷൻസ് നടക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഇതിലൊന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നതാണ്, എത്രമാത്രം ഒരു ദയനീയമായിട്ടുള്ള വളരെ പാത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് പ്രകാശൻ തമ്പി, നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നീതി തേടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ആശ്രയം എന്ന് കരുതുന്നത് കോടതിയാണ്. ഇവിടെ ഇപ്പോൾ കോടതിയെ പലതവണ സമീപിച്ചതിന് ശേഷമാണ് ഇതിൽ അന്വേഷണം എന്നത് ഉണ്ടാകുന്നത്. കോടതി മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം, അതിനുശേഷവും ഇതിൽ പ്രധാന പരാതി ഉന്നയിച്ച അതിജീവിതയെ കേൾക്കാതെ ഒരു റിപ്പോർട്ടാണ് അവസാനം വരുന്നത്. അതിൽ അതിജീവിത അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടുന്നു, നീതി കിട്ടുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അങ്ങനെ അപൂർണമായ റിപ്പോർട്ടിൽ പോലും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് അവസ്ഥ. സുപ്രീം കോടതിയെ ഉൾപ്പെടെ സമീപിച്ചു എന്ന് അതിജീവിത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ പല ഘട്ടങ്ങളിൽ സുപ്രീം കോടതി വരെ അതിജീവിത പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ കോടതി ജഡ്ജിയിൽ പോലും അവിശ്വാസം ഉണ്ട് എന്ന് കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് പരമോന്നത കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതിപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിയെ സമീപിക്കുമ്പോൾ അതിലുള്ള സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രപതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പോഴും നമ്മളെല്ലാവരും തന്നെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നീതിന്യായ സംവിധാനത്തിൽ
പൂർണ്ണമായും വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ്. കാരണം നീതിന്യായ വ്യവസ്ഥയെ ഒരു കാരണവശാലും നമുക്ക് തള്ളിപ്പറയാനും കഴിയില്ല. കാരണം നമ്മളെല്ലാവരും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്നാൽ അനിതര സാധാരണമായ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല. കാരണം ആദ്യം മുതൽ തന്നെ ഈ കേസിന്റെ നാൾവഴികൾ ആദ്യം മുതൽ തന്നെ ഈ പ്രകാശ് ബാരെ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കറിയാം, ഞങ്ങൾ എല്ലാവരും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതൽ തന്നെ പല ചർച്ചകളിലും പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ എന്നാൽ അനിതര സാധാരണമായ പല സംഭവ വികാസങ്ങളിലും സാധാരണ ഉണ്ടാകാത്ത രീതിയിൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മളെന്ന് പറയുമ്പോഴും ആ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ഈ എല്ലാ വ്യവസ്ഥയിലും ഉള്ള ചില പുഴുക്കുത്തുകളെ അല്ലെങ്കിൽ എല്ലാ വ്യവസ്ഥയിലുമുള്ള ചില തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും മാധ്യമങ്ങൾക്കുണ്ട്. ആ ബാധ്യതയും ഉത്തരവാദിത്വവും പൊതുസമൂഹത്തിനുണ്ട്. ആ പൊതുസമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചരിത്രം നമുക്ക് മാപ്പ് നൽകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ ഇത് രേണുകയോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് തോന്നുന്നു പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഇതില് പ്രസിഡന്റ് നമുക്കറിയാം, പ്രസിഡന്റിന് പല കാര്യങ്ങളിൽ പവേഴ്സ് ഉള്ളത് എന്ന് പ്രിയദർശൻ തമ്പി താങ്കൾ സംസാരിച്ചപ്പോൾ ഇപ്പോൾ റേഞ്ച് കട്ടായി വ്യക്തത കുറവുണ്ട്. എങ്ങനെ ഇടപെടാം എന്നത് സൂചിപ്പിക്കുന്ന ആ പ്രധാനപ്പെട്ട പോർഷനിൽ തന്നെ ആയിരുന്നു അത് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നുകൂടി ആവർത്തിക്കാൻ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതായത് ഈ ഇന്ത്യയുടെ പരമോന്നത ഒരു പോസ്റ്റിലിരിക്കുന്ന പ്രസിഡന്റിന് ഏത് രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രക്സ് ആയിട്ടുള്ള ഇതിന്റെ ഒരു ചോദ്യം. അതിൽ എനിക്ക് തോന്നുന്നു പ്രസിഡന്റിന് അധികാരങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പറയാൻ കഴിയാത്തതിന്റെ കാരണം ഭരണഘടനയുടെ അധിപൻ പ്രസിഡന്റാണ്. ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ ആയാലും ശരി, ഹൈക്കോടതിയിലെ ജഡ്ജിമാരായാലും ശരി, വാറന്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന അവരെ അപ്പോയിന്റ് ചെയ്യുന്ന അധികാരി ഇന്ത്യയുടെ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഈ ന്യായാധിപന്മാരെ, ഇന്ത്യയിലെ ഉത്തംഗ ഏറ്റവും ഉന്നതരായ ന്യായാധിപന്മാരെയും പോലും നിയമിക്കുന്ന അതോറിറ്റി. അപ്പോൾ നിയമത്തിന്റെ എല്ലാം ഒരു കാവലാളെന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമില്ല, നിയമപരമായ അധികാരമില്ല എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു വസ്തുതകളിൽ എല്ലാം നേരിട്ട് ഇടപെടേണ്ടത് മറ്റു കോടതികൾ തന്നെയാണ്. ആ കോടതികളിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ പ്രസിഡന്റിനെ നീതികേട് സമീപിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതൊരു പ്രതിരൂപാത്മകമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതിജീവിതയുടെ ഭാഗത്തു നിന്നും. കാരണം എനിക്കൊരു മേഴ്സിക്ക് വേണ്ടി, അതായത് ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു യാചന പോലെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു അതിൽ നിന്ന് ഒരു ഓർഡർ പ്രതീക്ഷിച്ചല്ല, മറിച്ച് ഒരു ഇന്റർഫിയറൻസ്, അതാണ് അതിന്റെ കറക്റ്റ് വേർഡ്, ഇന്റർഫിയറൻസ്. അതായത് നേരിട്ട് ഒരു പ്രസിഡന്റിന് ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് പാസ്സാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഒരു ഇന്റർഫിയറൻസ്, ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. അത്തരത്തിലുള്ള ഇടപെടൽ തന്നെ ആയിരിക്കണം അതിജീവിത പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, പ്രൊഫസർ കുസുമം ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രൊഫസർ, ഇവിടെ ഇപ്പോൾ നമ്മൾ സിനിമാ മേഖലയിലെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ തുടക്കം പോരാടാനുള്ള ഈ നടിയുടെ, ഈ അതിജീവിതയുടെ തീരുമാനത്തിൽ നിന്നാണ്. അവിടെയും ഇപ്പോഴും ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ ആളുകൾ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ 2017 സംഭവത്തിൽ ഈ 7 വർഷത്തിനിപ്പുറവും നീതിക്കായി പല വാതിലുകളിൽ മുട്ടേണ്ടുന്ന അവസ്ഥയിൽ ഈ അതിജീവിത നിൽക്കുകയാണ്. ഇവിടെ പ്രഥമ പൗരയുടെ മുന്നിൽ നീതി തേടിയെത്തുകയാണ്. ആ കോടതിയിലുണ്ടായ കുറ്റകൃത്യത്തിൽ എനിക്ക് ഇതുവരെ നീതി കിട്ടിയില്ല എന്ന്. ഇതാണ് ഇത്രയും നിശ്ചയദാർഢ്യമുള്ള ഈ അതിജീവിതയുടെ അവസ്ഥയെങ്കിൽ എത്ര പേർ ഇത് കണ്ട് നിയമ നടപടികൾക്ക് തയ്യാറാകും? ഇപ്പൊ ഇന്ന് ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ട് തോന്നുന്നത്, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഈ സുപ്രീം കോടതി എല്ലാം കടന്ന് രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് എത്തുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ തന്റെ വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്
സാധാരണ നിലയ്ക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രപതിയെ കാണുന്നതായി, രാഷ്ട്രപതിക്ക് കത്ത് കൊടുക്കുന്നതായി, പരാതി കൊടുക്കുന്നതായി നമ്മൾ കാണുന്നത്. ഏതാണ്ട് ഇപ്പൊ അതേ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ അതിജീവിതയുടെ അവസ്ഥ. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ പോരാടാൻ തയ്യാറായി നിൽക്കുന്ന ആ സ്ത്രീക്ക് വധശിക്ഷ വിധിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അവരുടെ എല്ലാ കേസുകളും ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അങ്ങേറ്റം രഹസ്യമായി സൂക്ഷിക്കേണ്ട, നമ്മൾ സ്ഥിരമായി എപ്പോഴും ചർച്ചയിൽ ആവർത്തിക്കുന്ന വാക്കാണ് കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിക്കണം എന്ന്. ആ കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിച്ചിരുന്ന ഈ മെമ്മറി കാർഡ് പലതവണ നമ്മളുടെ അറിവിൽ തന്നെ, അതായത് ഈ അന്വേഷണത്തിന്റെ അവസാനത്തിൽ തന്നെ പറയുന്നത് 3 തവണ 3 സ്ഥലത്ത് വെച്ച് 3 ആളുകളോ 3 ആളുകളുടെ ഒപ്പം ചേർന്ന് പല പല ആളുകളോ ഇത് കണ്ടിരിക്കുന്നു എന്നാണ്. ഇത് ഓപ്പൺ ആയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ അത്ര സ്വകാര്യമായ, അങ്ങേറ്റം എന്താ പറയേണ്ടത്, വ്യക്തിജീവിതത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഗതി സ്വകാര്യമായി സൂക്ഷിച്ചില്ല. അത് കോടതിയിൽ നിന്ന് തന്നെ അതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു എന്നാണ്. ആ കേസിൽ, ആ അതിജീവിതയുടെ ആ പരാതിയിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ കാര്യമായ ഇടപെടലുകൾ ഒന്നും നടത്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്റെ ജീവിതം ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അസാധ്യമായി നിൽക്കുകയാണ്. എപ്പോഴും ഇതൊരു ഭീഷണിയാണ്. സ്വകാര്യ രംഗങ്ങൾ, വളരെ വളരെ സ്വകാര്യമായ രംഗങ്ങൾ പരസ്യമായി ഈ അന്തരീക്ഷത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഈ അതിജീവിതയ്ക്കുണ്ട്. അപ്പോ അവര് ആവശ്യപ്പെടുന്നത് അത് ആരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു, ആരാണ് അതിന് ഉത്തരവാദി, അത് സൂക്ഷിക്കേണ്ട ആളുകൾ തന്നെ, അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ തിരുത്തേണ്ടത് ആരാണ്? ഇന്ത്യൻ ജുഡീഷ്യറി ഒരു പൗരയോട് തെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ജുഡീഷ്യറിയുടെ അലംഭാവം കൊണ്ട്, അല്ലെങ്കിൽ അതൊരു വെറും അലംഭാവമല്ല, ജുഡീഷ്യറിയുടെ പക്ഷത്ത് തന്നെയാണ് ഈ തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഈ അങ്കമാലി കോടതിയിലെ എന്താണ് നീതിന്യായ ത്തിന്റെ പരമാധികാരി തന്നെ ഇത് കണ്ടു എന്നാണ് ആരോപണം. അങ്ങനെ ഇരിക്കെ അവരെ ശിക്ഷിക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ അവർക്കെതിരെ കേസെടുക്കാനോ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ലെങ്കിൽ അത് ഈ അതിജീവിതയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ക്രൂരമായ, ഭീകരമായ അവസ്ഥയാണ്. അവരുടെ ജീവിതത്തിന്റെ എന്താ പറയേണ്ടത്, നമ്മൾ ഒരു പ്രതീകാത്മകമായി പറഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യറിയാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. അപ്പോ ആ ജുഡീഷ്യറിക്കെതിരെയുള്ള ഒരു പരാതിയുമായിട്ടാണ് ഈ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അവരെ ശിക്ഷിക്കാൻ ആരുണ്ട്, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ, അവരെ വിചാരണ ചെയ്യാൻ, അവരെ നേർവഴിക്ക് നയിക്കാൻ ആരുണ്ട് എന്നുള്ള ആലോചനയുടെ അവസാനത്തിലാണ് ഈ രാഷ്ട്രപതിയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അങ്ങേറ്റം വേദനാജനകമായ ഒരവസ്ഥയാണത്. രാഷ്ട്രപതി ഇതിനെന്ത് നടപടിയെടുക്കും, നടപടിക്ക് സാധ്യതയുണ്ടോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഇത് ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഈ രാജ്യത്തെ നീതിപീഠങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നീതിപീഠം തെറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ആരുടെ അടുത്തേക്കാ പോകേണ്ടത്? അപ്പൊ അങ്ങേയറ്റത്തെ വേദനാജനകമായ, ഇപ്പൊ ഇനി അവരുടെ കേസ് ഈ ദിവസങ്ങളിൽ അതിന്റെ അവസാനത്തോടടുക്കുകയാണ്. ഈ പ്രതികൾ വിചാരണ ചെയ്യപ്പെടുകയാണ്. അത് വളരെ അനുകൂലമായ ഒരു വിധി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ അനുകൂലം എന്ന് പറഞ്ഞാൽ ഏറ്റവും നീതിയുക്തമായ ഒരു വിധി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഏറ്റവും നെഗറ്റീവായ, ഏറ്റവും നീതിരഹിതമായ ഒരു സംഭവം ഈ സ്ത്രീയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുകയാണ്. അതിനുള്ള പരിഹാരം എന്ത് എന്നുള്ളത് രാഷ്ട്രപതി ഉൾപ്പെടെ, സുപ്രീം കോടതി ഉൾപ്പെടെ, നമ്മുടെ ഭരണ സംവിധാനവും നമ്മുടെ നിയമ സംവിധാനവും ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. നാളെയും ജുഡീഷ്യറിക്ക് തെറ്റാം. ജുഡീഷ്യറിക്ക് തെറ്റാൽ പണ്ട് ആളുകൾ പറയില്ലേ, ചിറ്റപ്പന് അടുപ്പിലും ആവാം എന്ന്. അതുപോലെ ജുഡീഷ്യറിക്ക് എന്തുമാവാം എന്നാണെങ്കിൽ നമ്മളുടെ ഈ ഭരണഘടന കൊണ്ട് എന്താണ് കാര്യം? നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയിലെ എല്ലാ നിയമങ്ങളും കൊണ്ട് എന്താണ് കാര്യം? അത് ചോദിക്കണമല്ലോ. ജുഡീഷ്യറി ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ഒരു സംവിധാനമാണോ? അവർക്ക് തെറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് തെറ്റി എന്ന് ബോധ്യപ്പെട്ടു, അവർ കുറ്റം ചെയ്തു ഈ അതിജീവിതയോട്. അങ്ങേറ്റം വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയെ ജുഡീഷ്യറിയിലെ
വനിതാ അംഗങ്ങൾ തന്നെ അവരെ ഏറ്റവും അധികം ചേർത്ത് പിടിക്കേണ്ട ആളുകൾ വിചാരണ കോടതിയെ പറ്റി ആ അതിജീവിതയ്ക്ക് അടി മുതൽ മുടി വരെ പരാതിയായിരുന്നു. പലതവണ അവര് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും എല്ലാം സമീപിച്ചെങ്കിലും അവർ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷെ നമുക്കറിയാം അപ്പോഴും അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവർ ഈ വിചാരണ കോടതി അവരോട് വളരെ വളരെ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും അവരോട് ഹൃദയശൂന്യമായി പെരുമാറുന്നുവെന്നും അവരുടെ വിചാരണയിൽ തീരെ എന്താ പറയണ്ട കാരുണ്യലേശമില്ലാതെ ഇടപെടുന്നു എന്നൊക്കെയുള്ള ഒരു പരാതി വന്നിട്ടും ഈ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റാനോ യാതൊന്നിനും തയ്യാറായിട്ടില്ല എന്നുള്ളത്. അവിടെ നിൽക്കെ തന്നെയാണ് അതേ കോടതിയിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായി പരിഹരിക്കപ്പെടാതെ ഈ രാഷ്ട്രപതിയെ സമീപിക്കേണ്ട അവസ്ഥ വരുന്നത്. നമ്മളെല്ലാവരും ആ വിഷയത്തിൽ അതിജീവിതയോടൊപ്പമാണ്. അവരുടെ നമ്മൾ ഈ മരണത്തിലൊക്കെ പറയുന്നത് പോലെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നുള്ള അങ്ങേറ്റം ദൈന്യത നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യസ്നേഹികൾ എത്തിയിട്ടുള്ളത്. ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, കോടതിയുടെ കൈവശമിരിക്കെ 3 കോടതികളുടെ കൈവശമിരിക്കെയാണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റമുണ്ടാകുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടന്ന അന്വേഷണത്തിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്തിയതാണ്. ഫോറൻസിക് റിപ്പോർട്ടിൽ വിശദമായി തന്നെ ഇത് ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയൊക്കെ മാറി എന്നത് കണ്ടെത്തി. അതിൽ നടത്തിയ അന്വേഷണത്തിലും അത് കണ്ടെത്തി. പക്ഷെ കുറ്റക്കാർക്കെതിരെ യാതൊരു നടപടിയും 1 വർഷം പൂർത്തിയാകുമ്പോഴും ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അതിജീവിതയ്ക്ക് രാഷ്ട്രപതിക്ക് പരാതി നൽകേണ്ടി വന്നത്. കത്തിലൂടെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ കേസ് എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെടാൻ ശ്രമം നടന്നു എന്നത് നമ്മൾ കണ്ടതാണ്. ആരൊക്കെയാണ് അതിന് പിന്നിലെന്നത് കണ്ടതാണ്. അതിന്റെ തുടർച്ച തന്നെയാണോ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുന്ന ഈ അലംഭാവത്തിനും പിന്നിൽ? പൂർണ്ണമായും അതിജീവിതയുടെ സ്വകാര്യതയെ മാനിക്കുന്നു. അവർക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് എഴുത്തെഴുതാനുള്ള അവകാശമുണ്ട്. അവരുടെ കൺസേൺസ് മുമ്പിൽ വെക്കാനുള്ള അവകാശമുണ്ട്. നമ്മളുടെ ആരുടെയും അല്ല, അവരുടെ സ്വകാര്യതയാണ് ലംഘിക്കപ്പെട്ടത്. അതുകൊണ്ട് ഏത് എക്സ്റ്റെന്റ് വരെ പോകാനുള്ള റൈറ്റും അവർക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനോട് പൂർണ്ണമായി യോജിക്കുമ്പോഴും 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാതിരിക്കാൻ തരവില്ല. നാളെ അന്തിമവാദം തുടങ്ങുന്ന കേസിനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രധാന കേസും ഇതും തമ്മിൽ യാതൊരു ബെയറിങ്ങുമില്ല എന്ന വസ്തുത നമ്മൾ മറക്കരുത്. 3, എനിക്കറിയില്ല ഈ കേസ് ആരെങ്കിലും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന്. ഒരു പൊതുബോധം ഉണ്ടാക്കാൻ നോക്കുകയാണ്. നമുക്കറിയാമല്ലോ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ആര് അട്ടിമറിക്കാൻ ശ്രമിച്ചു? ഈ കേസ് യഥാർത്ഥത്തിൽ ഈ കള്ളക്കേസ് പോലീസുകാരെ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ബാലേന്ദ്രകുമാർ അടക്കമുള്ളവരെ കൊണ്ടുവന്നും ദിലീപിനെതിരെ 4 പോലീസുകാരെ സാക്ഷികളാണ് കൂറുമാറിയതെന്ന് താങ്കൾക്കറിയില്ലേ? സാക്ഷികളുടെ കൂറുമാറ്റം ആരൊക്കെയെന്നറിയാമോ? കാവ്യ മാധവൻ, നാദിർഷ, സിദ്ദിഖ്, കാവ്യ മാധവന്റെ അമ്മ, ഇവരൊക്കെ ദിലീപിനെതിരെ ആദ്യം മൊഴി കൊടുത്തു എന്ന് വിശ്വസിക്കണോ? നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോലീസ് ഉണ്ടാകുന്ന കള്ളക്കഥയാണ് മാഡം. അതായത് പാവപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിൽ സ്ത്രീകളോട് വലിയ ബഹുമാനവും സ്നേഹവുമാണ് ആൾക്കാർക്ക്. അതിജീവിതകളോട് എന്നും അനുകമ്പയാണ്. നമ്മുടെ മനസ്സിലെ അതിജീവിതകളോടുള്ള സ്നേഹത്തെ മുതലെടുത്ത്, നമ്മുടെ നാട്ടിൽ സ്ത്രീകളോടുള്ള ബഹുമാനത്തെ മുതലെടുത്ത് പോലീസ് ദിലീപിനെ വേട്ടയാടുകയാണ്. ദിലീപിനെതിരെ കള്ളക്കേസ് ഇടുകയാണ്. ആര് മാറിയെന്നാ പറയുന്നേ? ദിലീപിനെതിരെ കാവ്യമാധവ് മൊഴി കൊടുത്തോ? അല്ലെങ്കിൽ ദിലീപിനെതിരെ നാദിർഷ മൊഴി കൊടുത്തോ? ദിലീപിനെതിരെ ദിലീപിന്റെ ശരത്ത് അല്ലെങ്കിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് താരങ്ങളുണ്ടല്ലോ, പറഞ്ഞ താരങ്ങൾ വേറെയും ഉണ്ടല്ലോ. ആരൊക്കെയാ മാറിയെന്ന് താങ്കൾക്കറിയാലോ. പറഞ്ഞോളൂ. ഓരോ വരിയായിട്ട് എടുത്ത് പറയാം. 2, ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് വരെ പോലീസ് ഉണ്ടാക്കി. ആലോചിച്ച് നോക്കണം. ഇത് പറഞ്ഞത് രാഹുൽ ഈശ്വർ മാത്രമല്ല, കേരള പോലീസിന്റെ DGP ആയ ശ്രീലേഖ IPS പറയുകയും ഇന്നും ആ ഫോട്ടോഷോപ്പ് കിടപ്പുണ്ട്. അതായത് ദിലീപിന്റെ പുറകിൽ പൾസർ സുനി നിൽക്കുന്നതായി വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി ദിലീപിന്റെ ടീഷർട്ടിന്റെ കളർ ചീപ്പായ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച്, അതായത് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റിൽ കിട്ടുന്ന നല്ലതുപോലും അല്ലാത്ത നിലവാരം കുറഞ്ഞ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് പോലീസുകാർ കള്ള തെളിവ് വരെ ഉണ്ടാക്കി. ഇനിയും പോലീസുകാർക്കുള്ള ദേഷ്യം എന്താ അറിയാമോ? ഈ കേസിന്റെ വിധി വരുമ്പോ പോലീസുകാർ തലയിൽ, അതായത് എല്ലാ പോലീസുകാരും ഇല്ല കേട്ടോ, കേരള പോലീസ് മികച്ച പോലീസാണ്, പക്ഷെ ഇതേപോലെ കുറെ പുഴുക്കുത്തുകളുണ്ട്. അവർക്ക് തലയിൽ മുണ്ടിട്ട് പോലും വെളിയിറങ്ങാൻ. എങ്ങനെയാണ് അന്തിമ വിചാരണ നാളെ തുടങ്ങാനിരിക്കുമ്പോൾ രാഹുലിന് ഇത്ര കോൺഫിഡൻസോടുകൂടി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന് പറയാൻ പറ്റുന്നത് എന്താണ് രാഹുൽ ഈശ്വർ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കൂ, ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായി, കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു റിപ്പോർട്ട് വന്നു, അതിൽ കുറ്റക്കാർ ആരൊക്കെയെന്നത് പരാമർശിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഒരു പരാതിക്കാരൻ, കേസിലെ 8ാം പ്രതിയായിട്ടുള്ള ഒരാൾ കൊണ്ടുവന്ന അപേക്ഷ വായിച്ച് മജിസ്ട്രേറ്റ് തന്നെ വിഷ്വൽ എടുത്ത് കാണിക്കുകയാണ്.
അതൊക്കെ എവിടെ നടക്കും? ഇവിടെ അല്ലാണ്ട് എവിടെ നടക്കും? എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാകുന്നത്? സാധാരണ ഏതെങ്കിലും കേസിൽ പെട്ടവർക്ക് ഇത് സാധ്യമാകുമോ? അല്ല. അപ്പോൾ അട്ടിമറിക്കാനുള്ള വ്യക്തമായ ശ്രമങ്ങൾ, പണവും പദവിയും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. രാഹുലിന് എങ്ങനെയാണ് അന്തിമവാദം തുടങ്ങാനിരിക്കുന്ന ഒരു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് ഇത്ര കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുന്നത്? മറുപടി കൂടെ കേൾക്കൂ. താങ്കളോട് വ്യക്തിപരമായ ബഹുമാനമുണ്ട്, എല്ലാ മീഡിയക്കാരോടും ഉണ്ട്. പക്ഷേ മീഡിയക്കാർ ഇറങ്ങി നിന്ന് വെടിവെച്ചാൽ ഈ നാട്ടിലെ സാധാരണക്കാരനെയും പാവപ്പെട്ടവരെയും ഇന്നസെന്റ് ആയവരെയും കോടതിയിൽ നിന്ന് മൂക്കിക്കേറ്റുമെന്ന് വിചാരിച്ചതിന്റെ പ്രശ്നമാണിത്. അതായത് മാധ്യമങ്ങൾ 24 മണിക്കൂറും ക്യാമ്പയിൻ ചെയ്താൽ ഈ നാട്ടിൽ തെളിവൊന്നും വേണ്ട, മീഡിയ പറയുന്ന പോലെ കോടതി കേട്ടോളും എന്ന് മീഡിയക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അതിന്റെ ഉത്തരം കൂടിയാണ് കോടതി തന്നത്. കോടതിയെ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് ആണോ? അങ്ങനെയാണോ രാഹുലിന്റെ വാക്കുകളെ അങ്ങനെ വേണോ കാണാൻ? അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ രാഹുലിന്? എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദിലീപിനെതിരെ ക്യാമ്പയിൻ നടത്തുകയും രാഹുൽ ഒരുപാട് വൈകാരികമാകുന്നത് കൊണ്ടായിരുന്നു. ഒന്നാമത് രാഹുൽ ഉത്തരാഖണ്ഡിലാണ്, മൗണ്ടൻ റേഞ്ചിലാണ്, അതുകൊണ്ടാണ് വരാൻ ലേറ്റ് ആയതും. ഇപ്പോൾ രാഹുൽ സംസാരിക്കുന്നതിന് പകുതി കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ അസാക്ഷം? ശരിയാണ്, ഞാൻ ഉത്തരാഖണ്ഡിലാണ്, മലനിരകളിലാണ്, റേഞ്ച് കുറവാണ്. ദയവായി എനിക്ക് 1 മിനിറ്റ് നിരന്തരമായി തരണം. പാവപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാർ പറ്റിക്കുകയാണ്. ഇത് ഓരോ സാധാരണക്കാരനും മനസ്സിലാക്കണം. നമ്പിനാരായണനെ വേട്ടയാടിയതുപോലെ, ശശി തരൂരിനെ വേട്ടയാടിയതുപോലെ ശ്രീ ദിലീപ് എന്ന് പറയുന്ന നിഷ്കളങ്കനായ മനുഷ്യനെ വർഷങ്ങളായിട്ട് വേട്ടയാടുകയാണ്. ഇല്ലാത്ത ഗൂഢാലോചന കേസിൽ പെടുത്തി ശ്രീ ദിലീപിനെ ദ്രോഹിക്കുകയാണ്. അതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. എന്നിട്ട് അതിജീവിതയുടെ പേര് പറഞ്ഞ് സിംഹതി പിടിച്ചു പറ്റുന്നു. ശരി രാഹുൽ, അതിൽ ആ കേസിൽ എന്ത് സംഭവിച്ചു? നാളെ അന്തിമ വിചാരണ നടന്ന് അതിൽ കോടതി ഒരു ഉത്തരവ് പറയട്ടെ. അതുവരെയെങ്കിലും രാഹുലിന് കാത്തിരിക്കാമല്ലോ. കോടതിയെ എങ്ങനെയെങ്കിലും ഒക്കെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നു എന്നൊക്കെ പലതരത്തിൽ ആ ജഡ്ജിയെ പോലും വിശ്വാസമില്ല എന്ന് അതിജീവിത പോലും പറഞ്ഞ സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. എന്താണ് രാഹുലിനെ ഇത്രയധികം കോൺഫിഡൻസോടുകൂടി ഈ രാത്രിയിൽ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. നോക്കൂ, അതിന്റെ വിചാരണ നടന്ന അന്തിമ വിധി വരട്ടെ. ഇവിടെ ഇപ്പോൾ ഈ ജഡ്ജിയുടെ തന്നെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ നടന്ന ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലോ ഹാഷ് വാല്യൂ മാറാനുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന്. എന്തുകൊണ്ട് അതിലെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നില്ല? കോടതിയുടെ ഉള്ളിൽ നടന്നതാണ്. ഒരു കോടതിയിൽ നീതി കിട്ടുമെന്ന് ഓരോ മനുഷ്യരും പ്രതീക്ഷിക്കുന്ന ഇടത്തുണ്ടായ കുറ്റകൃത്യമാണ്. അതിലെന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? മറുപടി കേൾക്കാൻ ഭയക്കുന്ന എന്തിനാണ്? ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ആ മറുപടി ദയവായി കേൾക്കൂ. ഈ കോടതി മാത്രമല്ലല്ലോ, ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാർ, സുപ്രീം കോടതിയിൽ എല്ലാം പോയില്ലേ? ശ്രീ ദിലീപിനെതിരെ എന്തെങ്കിലും വാദഗതി നിലനിന്നോ? ഈ കോടതി മാത്രമല്ല, ദിലീപിനെതിരെ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു കള്ളത്തിട്ടില്ലേ? അതെന്നാ ഇപ്പൊ ആർക്കും അറിയണ്ടേ? പോലീസുകാരെ ശ്രമിച്ചു ഉണ്ടായി. മാഡം ദയവായി ശ്രദ്ധിക്കൂ. പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കള്ളക്കേസിട്ടിട്ട് എന്തായി? ഇതിലെ ദാവൂദ് ഇബ്രാഹിം ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിട്ട് എന്തായി? 50 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തായി? കാവ്യ മാധവനാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് ഒരാഴ്ച ചർച്ച ചെയ്തില്ലേ? കാവ്യാണ് മാഡം എന്ന് പറഞ്ഞിട്ട് എന്തായി? നാട്ടുകാരെ പറ്റിക്കാനായിട്ട് സെൻസേഷണലായ വാർത്തകൾ ഉണ്ടാക്കി സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരെ കരിവാരിത്തേക്കാൻ ചിലർ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി 2, എന്റെ കോൺഫിഡൻസ്, ഈ കേസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതാണ് എന്റെ കോൺഫിഡൻസ്. ദിലീപിനെതിരെ കടുക് മണിയോളം പോലും തെളിവില്ല. നമ്പി നാരായണനെയും ശശി തരൂരിനെയും ഒക്കെ വേട്ടയാടിയതുപോലെ സമൂഹത്തിൽ മാന്യനായ ഒരാളെ വേട്ടയാടുക മാത്രമാണ് നടന്നിട്ടുള്ളത്. അത് ഈ കേസിന്റെ വിധി കഴിയുമ്പോൾ മനസ്സിലാകും. ആ തെളിവ് എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെടാം എന്നൊരു സംശയമുണ്ട്. ആ ആശങ്ക ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. താങ്കൾ പല കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഞാൻ വ്യക്തമായി ചോദിച്ചു താങ്കളോട്, ഇവിടെ ഈ ജഡ്ജിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഒരു അന്വേഷണത്തിൽ ഇതിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട്, എങ്ങനെ ഈ ഹാഷ് വാല്യൂ മാറി കോടതിക്കുള്ളിൽ എന്നത് കണ്ടെത്തിയതാണ്. അങ്കമാലി മജിസ്ട്രേറ്റ് ദിലീപ് കൊണ്ടുവന്ന ഒരു കുറിപ്പ് വായിച്ച് അവരുടെ ലാപ്ടോപ്പിൽ ദൃശ്യങ്ങൾ കാണാൻ അനുമതി കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 2 കോടതി ജീവനക്കാരും ഒരു മജിസ്ട്രേറ്റും കുറ്റകരമായ അനാസ്ഥ ഇതിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ പ്രതിഭാഗം ചേർന്ന് അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്ന് വരുമ്പോൾ, സ്വകാര്യതയുടെ ലംഘനത്തിന് വഴിവെച്ചു എന്ന് വരുമ്പോൾ അതിൽ പോലും നടപടി ഉണ്ടായിട്ടില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ താങ്കൾ മറ്റെന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. ശ്രദ്ധിക്കൂ, ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയെന്ന് റിപ്പോർട്ടിലുണ്ടെങ്കിൽ നാളെ ഓഫീസിൽ നിന്ന് ഞാൻ കാലോട്ട് മാപ്പ് പറയാം. അങ്ങനെ ഉണ്ടോ? പ്രേക്ഷകർ കേൾക്കട്ടെ. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറി ഏത് റിപ്പോർട്ടിലുണ്ട്?
ഫയലുകളുടെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന റിപ്പോർട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം കോടതിയിൽ അതിജീവിത പോകുന്നു, അന്വേഷണം ആവശ്യപ്പെട്ട് ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ ആ കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിലുണ്ട്. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അതായത് ഈ ഡിവൈസ് ഏത് ലാപ്ടോപ്പിൽ ഇട്ടാലും മൊബൈലിൽ ഇട്ടാലും ഒരു പുതിയ ഫയൽ ജനറേറ്റഡ് ആകും. ഡിവൈസിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്, അല്ലാതെ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ട് ദീപ മാഡത്തിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ദിലീപിന്റെ വാദം രാഹുൽ പറഞ്ഞോളൂ. ദിലീപ് കോടതിയിൽ പറഞ്ഞ വാദം രാഹുൽ പറഞ്ഞോളൂ. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് അട്ടിമറിക്കപ്പെട്ടതെന്ന് കണ്ടതാണല്ലോ. മജിസ്ട്രേറ്റ് ദിലീപ് കേസിലെ 8ാം പ്രതി കൊണ്ടുവന്ന കുറിപ്പ് മേടിച്ച് വെച്ച് കയ്യിൽ വെച്ചിട്ട് വീഡിയോ കാണാൻ 8ാം പ്രതി അനുവദിച്ചിരിക്കുകയാണ്. നോക്കൂ, രാത്രി 9 മണിക്ക് ശേഷമാണ് 2 തവണ ഇത് ഈ കോടതി ജീവനക്കാർ ഇതിൽ ഹാഷ് വാല്യൂവിൽ മാറ്റം വരുന്ന ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അത് എന്ത് നടപടികളുടെ ഭാഗമായിരുന്നു? ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ ആരാണ് അനുവദിച്ചത്? എന്തൊക്കെ തരത്തിലുള്ള ക്രമക്കേടാണ് രാഹുൽ നടന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഏതെങ്കിലും റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ മാഡത്തോട് പബ്ലിക്കലി മാപ്പ് പറയാം. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫയലുകളുടെ ഹാഷ് വാല്യൂ അല്ല, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി. എന്തുകൊണ്ട് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി? എന്തുകൊണ്ട് മാറി? അത് മാറേണ്ടുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുമോ, ഹനിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് അവർക്കുണ്ടാകുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അതിന്റെ സ്വകാര്യത ഹനിക്കപ്പെട്ടാൽ താങ്കൾക്ക് മെമ്മറി കാർഡിലെ ഫയൽ മാറിയില്ല എന്നുള്ള ഈ ന്യായം പറഞ്ഞാൽ മതിയോ? ഫയലുകളുടെ ഹാഷ് മാറിയിട്ടില്ല. അതിന്റെ ഫയൽ ടാമ്പറല്ല, ഫയലുകൾ കോപ്പിഡ് അല്ല, ഫയലുകൾ ലീക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. കാര്യം ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അതല്ല അതിന്റെ തെളിവ്. ശാസ്ത്രീയമായ തെളിവ് ഇരിക്കുമ്പോഴാണ് അശ്വത്ഥാമാവെന്ന ആന മരിച്ചു എന്ന് കള്ളം പറയുന്നത്. അതായത് മനഃപൂർവ്വം ഒരു ഭാഗം മാത്രം പറഞ്ഞ് ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന സത്യം മറച്ചു വെച്ച് ഈ ഡിവൈസിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ, അത് മാറിയോ ഇത് മാറിയോ എന്നല്ല, ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതിന് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് നിയമം അനുശാസിക്കുന്ന അല്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ട് നടപടിയില്ല എന്നതാണ് ചോദ്യം. താങ്കൾ ഈ പറയുന്ന ന്യായമൊക്കെ ദിലീപ് വലിയ വലിയ അഭിഭാഷകർ വെച്ച് കോടതിയിൽ പറഞ്ഞതാണ്. താങ്കൾ ഈ പറയുന്ന ന്യായമൊക്കെ ദിലീപ് വലിയ വലിയ അഭിഭാഷകരെ വെച്ച് കോടതിയിൽ പറഞ്ഞതാണ്. അവിടെ പോലും വില പോവാത്ത ന്യായമാണ്. ഹാഷ് വാല്യൂ ഫയലുകളുടെ മാറി ഇപ്പൊ സംഭവിച്ചാൽ മാപ്പ് പറയാം. പ്രേക്ഷകരെ കേൾക്കണം. എസ് എന്ന് വേണം പറഞ്ഞാൽ മതി. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയോ? മെമ്മറിക്കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നതുള്ളത് വ്യക്തമാണല്ലോ രാഹുൽ ഈശ്വർ. ദിലീപ് പോലും പറയില്ല. ഇത് ദിലീപ് പോലും പറയില്ല. താങ്കൾ പറയുന്ന ന്യായം ദിലീപ് പോലും പറയില്ല. ശ്രീ പ്രിയദർശൻ തമ്പി, ദിലീപ് കോടതിയിൽ പറഞ്ഞ അതേ വാദത്തിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയാണ്. ഫയലുകളുടേത് മാറിയില്ല, മെമ്മറി കാർഡിന്റേത് മാത്രമാണ് എന്ന്. പക്ഷേ ഒരു കേസ് അട്ടിമറിക്കാൻ ഇതൊക്കെ തന്നെ എത്രമാത്രം പര്യാപ്തമാണ് എന്നത് വ്യക്തവുമാണ്. എന്താണ് താങ്കൾക്ക് അതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഈ കേസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാളെ ഈ കേസിന്റെ ഒരു അന്തിമ വാദം തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ആ കേസിന്റെ വിധി എന്താകുമെന്നോ, ആ കേസിലെ തെളിവുകൾ ഏത് രീതിയിലാണ് കോടതി പരിശോധിക്കുക എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അത് ചർച്ച ചെയ്യുന്നതും ശരിയല്ല. കാരണം ഒരു കോടതി അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട അതിലൊരു സ്ട്രൈറ്റ് ജാക്കറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയൊന്നുമില്ല. ഓരോ എവിഡൻസിനെ എനിക്ക് കുറേയേറെ വർഷത്തെ അനുഭവ സമ്പത്ത് ഉണ്ടെങ്കിൽ പോലും ഒരു കേസ് കണ്ടാൽ ആ കേസ് ഉറപ്പായും വെറുതെ വിടുമെന്നോ അല്ലെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടുമോ എന്ന് പോലും പറയാൻ കഴിയില്ല. അതാണ് ക്രിമിനൽ കേസിന്റെ ഒരു പൊതു സ്വഭാവം. അതാണ് കോടതികൾ ഏത് തരത്തിലാണ് തെളിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലാണ് തെളിവുകൾ എടുക്കുന്നത്, എല്ലാം കണക്കാക്കിയിരിക്കും. അപ്പൊ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഒട്ടാകെ ഒറ്റുനോക്കിയിരുന്ന ഒരു കേസായിരുന്നു ഈ അതിജീവിതയുടെ കേസ്. ആ കേസിന്റെ വിചാരണ വളരെ എന്താ പറയുക അതിശയകരമായി തന്നെ നീണ്ടുപോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുപ്രീം കോടതി തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അവസാനം ആ കേസിന്റെ വിചാരണ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അന്തിമവാദം പ്രോസിക്യൂഷന്റെ ആയാലും ശരി, പ്രതിഭാഗത്തിന്റെ ആയാലും അന്തിമവാദം നടക്കാൻ പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ക്രിമിനൽ കേസിന്റെ ട്രയൽ എന്ന് പറയുമ്പോൾ അതിന്റെ അന്തിമവാദത്തിൽ ഇതുവരെ ഈ കേസിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും
സ്വാഭാവികമായും അത് അവിടെ ചർച്ച ചെയ്യപ്പെടും. ആ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടേണ്ട രണ്ട് കൂട്ടർക്കും പറയാനുള്ള അവസരം ഉണ്ടാകും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ആ രണ്ട് കൂട്ടരുടെയും വാദം കേട്ടതിന് ശേഷം അത് സംബന്ധിച്ച് നീതിയുക്തമായ ഒരു വിധി തന്നെ ഈ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കേസിൽ അങ്ങനെ ഒരു വിധി ഉണ്ടാകാനേ കഴിയുകയുള്ളൂ. കാരണം ഈ കേസ് വളരെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരള സമൂഹമാകെ, ജുഡീഷ്യറി മാത്രമല്ല കേരള സമൂഹമാകെ, എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ആളുകളെ ഉറ്റുനോക്കിയ ഒരു കേസ്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസ്. അത്രമാത്രം പ്രാധാന്യം ഈ കേസിനുണ്ട്. മാത്രവുമല്ല, ഈ കേസിന്റെ വിധി എന്ന് പറയുന്നത് ഒരുപാട് കേസുകളെ സ്വാധീനിക്കാൻ തക്ക തരത്തിലുള്ളതും ആയിരിക്കും. അതൊരു സന്ദേശമായി തന്നെ കാണേണ്ടുന്ന വിധിയുമായിരിക്കും. അപ്പോൾ അതിൽ അതിജീവിതയ്ക്ക് നീതി എന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. പ്രകാശ് ബാരെ, ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടുന്നു ഈ ഫയലിൽ മാറ്റം വന്നില്ലല്ലോ എന്ന കാര്യമാണ്. പക്ഷേ ഇത് എത്ര തവണ എത്ര ഡിവൈസിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടാലും ഇതിന്റെ ഹാഷ് വാല്യൂ മാറില്ല. ആ ഫയൽ എഡിറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരു ഫയൽ റീപ്ലേസ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മാത്രമാണ് അതിന്റെ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറുക. അതുകൊണ്ട് മാത്രം ഈ നടിയുടെ സ്വകാര്യത, ഇതാരൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്, ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാം എന്ന ആശങ്ക മാറില്ല. അപ്പോൾ ഈ തെളിവ് അട്ടിമറിക്കാനുള്ള തരത്തിലുള്ള ശ്രമം അവിടെ നടന്നിട്ടില്ല എങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ പലതവണ കോപ്പി ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, പലരിലേക്ക് എത്തിയിട്ടുണ്ടാകാം. കേസ് അട്ടിമറിക്കാൻ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാം എന്ന തരത്തിലൊക്കെയുള്ള പഴുതുകൾ തേടിയിട്ടുണ്ടാകാം. അത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നത് എന്നിരിക്കെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ഇതുവരെ ഒരു നടപടിയും അവർക്കെതിരെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ പ്രധാനപ്പെട്ട കേസിന്റെ വിധി എന്തായാലും തന്റെ സ്വകാര്യത നഷ്ടപ്പെടുമോ, അത് ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നൊരു അതിജീവിത ആശങ്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതും കോടതിയിൽ നിന്ന് അങ്ങനെ സംഭവിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടി വരുന്ന സാഹചര്യം, ഈ വിധി എന്തായാലും, ആ കേസുമായി ബന്ധപ്പെട്ട വിധി എന്തായാലും ഇങ്ങനെയൊന്നുണ്ടാകുന്നത് എത്രമാത്രം വലിയ കുറ്റമാണ്. ഇന്ന് ഈ ചർച്ചയിൽ ഇത്രയും സമയം രാഹുൽ തുടങ്ങിയിരിക്കുന്നതും അത് പറഞ്ഞിട്ടാണ്. ഈ കാര്യത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടണം, അവരുടെ പ്രൈവസി അവരുടെ അവകാശമാണ്. അവർ കോടതിയെ സമീപിച്ചതും രാഷ്ട്രപതിയെ സമീപിച്ചതും ഒക്കെ അദ്ദേഹം അതുമായിട്ട് അനുകൂലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ശബ്ദ കോലാഹലമായിരുന്നു. ഇതൊരു ഒരു ചർച്ചയല്ല, അത് പിന്നെ ഒരു മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. 8ാം പ്രതിയുടെ പേര് ഇവിടെ ഒരാൾ പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുവരെ. അച്ഛൻ പത്തായത്തിലില്ല എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ സാറേ വളച്ചുകെട്ട് സംസാരിക്കണേ? പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ വളച്ചുകെട്ട് സംസാരിക്കുന്നത്? നേരിട്ട് സംസാരിച്ചൂടെ? എന്തിനാണ് ഈ വളച്ചുകെട്ടി വെടിവെക്കുന്നത്? സംസാരിക്കുമ്പോൾ വേറെ ആൾ അതിൻ്റെ അടുത്ത് കയറി വരരുത്. ആ മാന്യത കാണിക്കോ പ്ലീസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതിൽ ഹൈക്കോടതി വരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കോടതിയുടെ ചെസ്റ്റിലുള്ള ഒരു ഒരു തെളിവിന് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല. അപ്പം ആ 3 കോടതിയിൽ വെച്ച് ഇത് പിന്നെ അനധികൃതമായിട്ട് ഇത് ആക്സസ് ചെയ്യപ്പെട്ടു, പലരുടെ ഡിവൈസുകളിൽ ആക്സസ് ചെയ്യപ്പെട്ടു, അസമയത്ത് ആക്സസ് ചെയ്യപ്പെട്ടു. ഇതൊക്കെ തന്നെയും നിയമത്തിന്റെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലംഘനമാണ്. അപ്പൊ അതിനെപ്പറ്റി പറയാതെ അതിൽ ഒരു ചെറിയൊരു സംഭവം എടുത്തിട്ട് പക്ഷേ അതിന്റെ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയില്ലല്ലോ, അതിന്റെ വാല്യൂ മാറിയില്ലല്ലോ, ഇതിങ്ങനെ 100 തവണ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്നിരിക്കുന്ന കുറ്റം മുഴുവൻ ആൾക്കാർ കാണാതിരിക്കുമോ? ആൾക്കാരുടെ ശ്രദ്ധയെ വേറെ എവിടത്തേക്കും മാറ്റുക, ആൾക്കാരുടെ പൊതുജനത്തിന്റെ അഭിപ്രായത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം അല്ലാതെ ഈ വാചകവഴി കൊണ്ട് വേറെ ഒന്നും ഇതിനകത്ത് ലഭിക്കുന്നില്ല. കാരണം നമുക്കിൻ്റെ അകത്ത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഹൈക്കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു, ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് അന്വേഷണം വേണം. പക്ഷെ അന്വേഷണം നടന്നിട്ടും ആ അന്വേഷണത്തിൻ്റെ അത് കണ്ടെത്തലുകൾക്ക് പിന്നീട് ഒരു തുടർച്ചയില്ലാതാവുകയും അത് തെറ്റ് ചെയ്തവർക്കെതിരെ ഒരു നടപടി ഇല്ലാതായിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ രാഷ്ട്രപതിയുടെ മുന്നിലെത്തി നിൽക്കുന്നത്. അതും ഈ കേസും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം അതിലാണ് ഫോക്കസ് മുഴുവൻ. ഈ നടന്നിരിക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് അതിജീവിതയോട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇനിയിപ്പോൾ അദ്ദേഹം ഇത് ഈ 8ാം പ്രതിയുടെ പേര് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്. കാരണം ഒരു പ്രശസ്തനും സമ്പന്നനും പിടിപാടുള്ള ഒരാൾ ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ
പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ സാക്ഷികൾ കൂറുമാറപ്പെടും, തെളിവുകൾ നശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ തെളിവുകൾ ഇങ്ങനെ ഇതുപോലെയുള്ള മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. കോടതിയിലെ കാര്യങ്ങൾ വളരെ വളരെ വൈകും. പിന്നെ കൂടുതൽ ആൾക്കാരെ വിലക്ക് വാങ്ങപ്പെടും. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഏകദേശം മിക്കവാറും ഈ കേസിലെല്ലാം നടന്നിട്ടുമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇനിയിപ്പോൾ തുടങ്ങാനിരിക്കുന്ന വിചാരണയിൽ പോലും എത്രമാത്രം നമുക്ക് അതിൻ്റെ അകത്ത് പ്രതീക്ഷ ഉണ്ടാവണം എന്ന് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിജീവിത അല്ലെങ്കിൽ ഈ പെൺകുട്ടി അവർ കൈ കഴുകി രാഷ്ട്രപതിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഇനി മുഴുവൻ ഇതിൻ്റെ നാണക്കേടും ഇതിൻ്റെ ജാള്യതയും മുഴുവൻ കോടതിക്കാണ്, ഈ രാജ്യത്തിനാണ്, നമ്മളിൽ ഓരോ ആൾക്കാർക്കാണ്, നമ്മുടെ ഈ ഇവിടുത്തെ സമൂഹത്തിനാണ്. ഇത് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതുമായിട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം അവർ ദേ ഹാവ് ഗിവൺ അപ്പ്. അത്രത്തോളം കണ്ടിട്ടുണ്ട്. ഇനി ഇത് ലീക്കാവുകയോ ഇത് തെളിവല്ലാതാവുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനൊക്കെ കാരണക്കാരൻ നമ്മളൊക്കെയാണ്. തീർച്ചയായും. ശ്രീ രാഹുൽ, ഞാൻ കുസുമത്തിലേക്ക് വരാം. ശ്രീ രാഹുൽ, അതാണ് താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ, ഒരു കോടതിയിൽ നിന്നാണ് അവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ, അങ്ങനെ സംശയിക്കുന്ന രീതിയിൽ ഈ വലിയ കുറ്റകൃത്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു ജഡ്ജിയും 2 ജീവനക്കാരും ഉൾപ്പെട്ടിരിക്കുന്നു. അത് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഉള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു. അവർക്കെതിരെ നടപടി ഉണ്ടാകണ്ടേ? ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന കേസുകളിൽ ഇത് ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടേ രാഹുൽ? താങ്കൾ പ്രധാനപ്പെട്ട കേസ് അവിടെ മാറ്റിവെക്കൂ. താങ്കൾ ഒരു ദിലീപ് അനുകൂലി എന്നത് മറന്നേക്കൂ. ഈ ഒരു വിഷയത്തിൽ അഡ്രസ് ചെയ്യുമ്പോൾ ഇനിയും ഉള്ള കേസുകളിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കൃത്യമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണ്ടേ? അഭിമാനത്തോടെ പറയുന്നു, ഞാൻ ദിലീപ് അനുകൂലിയാണ്. നിങ്ങളിൽ പലരും ദിലീപ് വിരോധിയായിരിക്കും. രാഹുൽ ഈശ്വറായിരുന്നു ആദ്യം ദിലീപ് അനുകൂലിയായത്. ഇനിയും കോടതികളും മാധ്യമങ്ങളും എല്ലാം ആകും. സത്യം വെളി വരുമ്പോ എല്ലാവരും ദിലീപ് അനുകൂലിയാകും. 1. 2, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, പ്രകാശ് ബാല സാറിനോടേക്ക് ബഹുമാനമാണ്. ഈ തരുന്ന സംഭവങ്ങൾക്ക് നമ്മളൊക്കെ എങ്ങനെയാണ് ഉത്തരവാദികളാകുന്നത്? ചുമ്മാ ആലങ്കാരികമായിട്ട് 2-3 ഡയലോഗ് എടുത്താൽ മതിയോ? ഈ തരുന്ന പൊതുസമൂഹം ഉത്തരവാദിയാണെന്നൊക്കെ പറയുന്നത് ചുമ്മാ ഗുമ്മിന് വേണ്ടി ഒരു ഡയലോഗ് എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും ചേരുമ്പോഴാണ് രാഹുലിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? എനിക്ക് മാറി നിൽക്കാൻ കേട്ടോ. എനിക്ക് ഉത്തരവാദിത്തമല്ല. എനിക്ക് തോന്നുന്നില്ല പ്രിയദർശൻ നമ്പീസാറിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന്. പിന്നെ വിശാലാർത്ഥത്തിൽ നമുക്ക് എല്ലാം കൂടെ നാട്ടിൽ നടക്കുന്ന എല്ലാ തെറ്റിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ആലങ്കാരികതയും കാവ്യാത്മകതയും വൈകാരികതയും അല്ല കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. കേസിന് മെറിറ്റുകളുണ്ട്. 2, ദിലീപ് പ്രതി ആയതുകൊണ്ടല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ ഉന്നവും ദിലീപിനാണ്. എന്നിട്ട് കഴിഞ്ഞ് നമ്മുടെ പ്രോസസ്സ് ശരിയാക്കാനാണെന്ന് പറയുന്നത് എന്തിനെങ്കിലും വളർത്തിയിട്ട് സംസാരിക്കുന്നത്? നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൂടെ? ഒരു വരി കൂടെ പറയണം, ദയവായി ഇന്ററപ്റ്റ് ചെയ്യരുത്. അതായത് പ്രധാനമായിട്ട് ഈ ചർച്ചകളുടെ എല്ലാം ഉദ്ദേശം ദിലീപ് ഏറ്റെടുത്ത് ഈ കേസ് അട്ടിമറിച്ചതാണെന്നും അതുകൊണ്ട് അതിജീവിതയ്ക്ക് ന്യായം കിട്ടുന്നില്ലെന്നും കേസ് തോക്കുന്നതിന് മുമ്പ് ഓൾറെഡി ഡിഫൻസ് ഉണ്ടാക്കുകയാണ്. കേസ് ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമേ ഉള്ളൂ. എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. എന്റെ വിശ്വാസം കേസ് ജയിക്കുമെന്നാണ്. കാരണം ഈ കേസിൽ ശ്രീ പ്രൊഫസർ കുസുമൻ ജോസഫ്, ഇവിടെ ഇപ്പോ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ തന്നെ നോക്കിയാൽ തങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുമോ എന്നുള്ളത് കൊണ്ടാണ് തുടർ നടപടികളിൽ നിന്ന് ആളുകൾ പിൻവലിയുന്നത്. അവർ അത് ഉറപ്പുണ്ട് എന്ന് കരുതി ഹേമ കമ്മിറ്റിയോട് എല്ലാം പറഞ്ഞവരാണ്. അതേപോലെ കോടതിയിൽ ചെന്നാൽ നീതി കിട്ടുമോ ഇല്ലയോ എന്നതിനപ്പുറം തങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടും, മൗലിക അവകാശം പോലും നിഷേധിക്കപ്പെടും എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ഒരു അതിജീവിതയ്ക്ക് പറയേണ്ടി വരുന്നത് മറ്റ് കേസുകളിലും പിന്നോട്ടടി ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും. അതാണ് നമ്മളെ ഏറ്റവും ഇത്രയും ഇപ്പൊ ഈ ഇതിനകത്തെ പ്രതി പ്രമുഖനാണ്, സമ്പന്നനാണ്, അയാളെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു. ഇതിനകത്തെ ഈ പരാതിക്കാരി പ്രമുഖയാണ്, വളരെ വളരെ പ്രശസ്തയാണ്. അവരനുഭവിക്കുന്ന ദുരന്തമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവര് വലിയ ബുദ്ധിമുട്ടുള്ള ആളല്ല. എന്നിട്ട് വർഷങ്ങളായി 2017 ശേഷം അന്ന് തന്നെ പരസ്യമായി പറയാനും പോലീസ് സ്റ്റേഷനിൽ പോകാനും തയ്യാറായ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ദുരന്തമാണ് നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോ നേരത്തെ നമ്മുടെ പറയുന്നു, കേരളത്തിലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളോട് വലിയ ബഹുമാനം ഉള്ളത് കൊണ്ട് ആ ബഹുമാനം മുതലെടുക്കുകയാണത്രേ. ആ ബഹുമാനം കൊണ്ടാണല്ലോ ഈ സ്ത്രീ ഇങ്ങനെ അപമാനിക്കപ്പെട്ടത്. ഈ സ്ത്രീ ഇങ്ങനെ പരസ്യമായി വാഹനത്തിൽ വെച്ച് അപമാനിക്കപ്പെട്ടത് ഈ കേരളത്തിലെ പുരുഷന്മാരൊന്നും അല്ലേ അത് ചെയ്തത്? ബംഗാളി നറുക്കുമതി ചെയ്ത ആരെങ്കിലും ആണോ? കേരളത്തിൽ നിരനിരയായി അതിജീവിതകൾ ഉള്ളത് സ്ത്രീകളോടുള്ള ബഹുമാനം കൊണ്ടാണോ?
ഈ അതിജീവിതമാർക്ക് പരാതിപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു പരാതിയിൽ ന്യായമായ ഒരു വിധി ഈ കേരളത്തിൽ നിന്നുണ്ടാകണം. ശരി, എന്തായാലും അന്തിമവാദം നാളെ തുടങ്ങാനിരിക്കെ ന്യായമായ വിധികൾ വിധിയിലെങ്കിലും അത്തരം ഒരു സന്ദേശം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്നോട് ക്ഷമിക്കുക. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.